ഏത് ആയത് ചോദിക്കോവില്ല തുടങ്ങല്ലേ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. ഔറാത്തിൻ എന്ന് പറഞ്ഞാൽ തജ്വീദ് പറഞ്ഞോളി. അഊദു ബില്ലാ യാ അയ്യുഹല്ലദീന അവിടെ 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അതിൻ്റെ ഇത് മദ്, അത് മദ് മുത്തസിലല്ല, അത് മുൻഫസിൽ തന്നെയാണ്. യാ വേറെയും അയ്യുഹ വേറെയും കേട്ടോ, 4 നീട്ടണം. പിന്നെ യാ അയ്യുഹ കഴിഞ്ഞിട്ടോ ഹ നീട്ടണ്ട, അല്ലദീന അലിഫും ഉച്ചരിക്കണ്ട, രണ്ടുമില്ല. അപ്പം എങ്ങനെ ഓതണം? യാ അയ്യുഹല്ലദീന ഹ കഴിഞ്ഞിട്ട് ലാമിലേക്ക് ചാടാം. പിന്നെ ആമനു അവിടെയൊക്കെ നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ ലിയസ്തഇദിൻകും ഓരോത്തത്, മറ്റ് ചിലരിങ്ങനെ ഓതി കാണാം ലിയസ്തഇദിനുക്കും, അങ്ങനെയുള്ള ഓത്തും കാണാം. അത് നിങ്ങൾ ഖുർആനുകളുടെ ഓത്ത് കേൾക്കുക. രണ്ടും 2 ഇതിലേക്കാണ് പോകുന്നത്. പിന്നെ അത് വിവരിക്കുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ലിയസ്തഇദിൻകുമുല്ലദീന മലക്കത്ത് ഐമാനുക്കും അവിടെയൊക്കെ ആ ഉച്ചരിക്കണം. പിന്നെ വല്ലദീന അവിടെ പിന്നെ അലിഫ് ഉച്ചാരണല്ല, വസിൻ്റെ അംതിയാണ്. ലം യബ്ലുഗു അവിടെ കൂന്ന് കഴിഞ്ഞിട്ട് ഒരു അലിഫുണ്ടാകും, മുദബ്ബറായ സുക്കൂനുള്ള അതിന് ഉച്ചാരണമല്ല. ഇതിൽ പുതിയ ആരും ഇല്ലല്ലോ, വേഗം പോലെ അല്ലേ. അൽ ഹുലും അവിടെ അതന്നെ, ആ കൂട്ടി ഓതുമ്പോൾ എന്തുണ്ടാവില്ല, ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ എങ്ങനെ ഓതണം? വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ, ഒന്ന് ഹുലുമ, അങ്ങനെ ഓതിയവരും ഉണ്ട് കേട്ടോ. നിങ്ങളെ ഖുർആനിൽ ഏതാ അർക്കത്താണ്? ഹുലുമ. പിന്നെ മിൻകും, പിന്നെ ആ നൂനിന് എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. 3 മറാത്ത് അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ മറാത്ത് നീട്ടി ഉച്ചരിക്കണം. പിന്നെ ഇനി നിങ്ങൾ അവിടെ കൂട്ടി ഓതുകയാണെങ്കിലോ മറാത്തിമ്മിൻ, തിമ്മിൻ മണിക്കണം.
ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിക്കണം. ആ നൂനിന് എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. മിൻ ഖബ്ലി. പിന്നെ സ്വലാത്തിൽ ഫജ്ർ, അവിടെ സ്വലവാത്ത് ഓതാൻ പാടില്ല, വാവിൻ്റെ മിഡിലാണ് അലിഫ്. അപ്പം എന്ത് ചെയ്യണം? ആകാരമാക്കി ചേർക്കണം. പിന്നെ വഹീന തളഊന സിയാബക്കും, അവിടെ ഒന്നും പ്രത്യേകമൊന്നുമില്ലല്ലോ. അവിടെ കും എന്നുള്ള മീമിന് എന്ത് ചെയ്യണം? അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഉന്നത്തോടു കൂടി പറയണം. അപ്പം എങ്ങനെ ഓതണം? സിയാബക്കും മിന, പിന്നെ മിനല്ലഹീറത്തി. പിന്നെ വമിൻ ബഅദി, ആ നൂനിന് എന്ത് ചെയ്യണം? അതെന്താ? ഇഖ്ലാബ് ചെയ്യണം. അതിന് പറയില്ല എന്താണ്? ഇഖ്ലാബ്. നൂനിൻ്റെ ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം? ഇഖ്ലാബ് ചെയ്യണം. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റുക, അതാണ് ഇഖ്ലാബ് അല്ലേ? ഈ സാക്കിനായ നൂനിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഫതഹ് തൻവീൻ, കസ്ർ തൻവീൻ, ലൊമ്മ് തൻവീൻ അതിൻ്റെ ശേഷമോ എന്ത് വരിക? ബാഗ് വരിക. അതിനാണ് എന്ത് പറയുക? ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ഇൻ എന്ന ശബ്ദത്തെ എന്ന മീമിൻ്റെ ശബ്ദമാക്കി മാറ്റുക, ഒരല്പം ഉന്നത്തും കൊടുക്കുക. അപ്പം എങ്ങനെ ചെയ്യണം? കൂടുതൽ ഉന്നത്തി ചെയ്യാൻ പാടില്ല എന്നാണ്. വമിൻ ബഅദി, പിന്നെ സ്വലാത്തിൽ ഇശാ, അവിടെ സ്വലവാത്തി ഓതാൻ പാടില്ല, സ്വലാത്ത്. പിന്നെ സലാസു ഔറാത്തില്ലക്കും, അവിടെ ഔറാത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? തിന്ന് പറയാൻ പാടില്ല. ഔറാത്തി ഒരു കസ്ർ ഉച്ചരിച്ചാൽ മതി. അങ്ങനെ ഒതുക്കി ഔറാത്തില്ലക്കും, ഔറാത്തില്ലക്കും. മണിക്കാനും പാടില്ല. അതാണ് അവിടെ. എന്തുകൊണ്ട് മണിക്കാൻ പാടില്ല? ലാമ് ഇത്, പിന്നെ ആ ലാമ് എന്നുകൊണ്ട് ഇദ്ഗാം ബിലാ ഹുന്ന എന്നാണ് അതിൻ്റെ നിയമം. പിന്നെ ലൈസ അലൈക്കും വല അലൈഹിം ജുനാഹ്, അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ജുനാഹ്, സ്റ്റോപ്പ് ചെയ്യാതിരിക്കലാണ് നല്ലത്. അപ്പം എങ്ങനെ ഓതണം? ജുനാഹും ബഅദഹുൻ, അവിടെ ജുനാഹുൻ എന്ത് നിയമമാണ്? ജുനാഹുൻ. ഇപ്പം നമ്മൾ എഴുതിയില്ലേ, ലമ്മ് തൻവീൻ വന്നു, അതിൻ്റെ ശേഷം എന്തുണ്ട്? ബാ ഉണ്ട്. അപ്പം എങ്ങനെയാണോ? ജുനാഹുൻ എന്നുള്ള നൂന്, അഹുൻ എന്ന് ഉച്ചരിക്കുമ്പോൾ നൂനിൻ്റെ ശബ്ദം വരുന്നില്ലേ, ആ ശബ്ദത്തെ എന്താക്കണം? മീമിൻ്റെ ശബ്ദമാക്കുക. അതിനാണ് ആ മീം അവിടെ ഒരു കുട്ടി മീമിട്ട് കാണാം. നിങ്ങൾ അറിയാതെ പോണ്ടാക്കാനാണ് അല്ലേ? അതിൻ്റെ വാല് താഴോട്ടേക്കാരം. അപ്പം എന്ത് ചെയ്യണം? ജുനാഹും ബഅദഹുൻ. പിന്നെ ത്വവാഫൂന അലൈക്കും ബാലുക്കും, അവിടെ ബാലുക്കും എന്നുള്ള മീമിന് എന്ത് ചെയ്താൽ മതി? ഇൽഹാർ ചെയ്താൽ മതി. അലാ ബഅ. പിന്നെ കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആയാത്ത്. ഇനി സ്റ്റോപ്പ് ചെയ്യണില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യലാണ് ഉത്തമം. അവിടെ എന്ത് എഴുതിയിട്ടുണ്ട്? വല. അൽ വഖഫു ഔല എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ വഖഫു ഔല. പിന്നെ വല്ലാഹു അലീമുൻ ഹക്കീം. അലീമുൻ എന്നുള്ളതിൻ്റെ ആ ലൊമ്മ് തൻവീൻ ഇട്ട രൂപം നോക്കി നിങ്ങൾ എങ്ങനെ ഇട്ട്? ഒന്ന് ഒരു ലമ്മ് പിന്നെ ചട്ടി ഇങ്ങനെ ഇട്ടാണ്, ഒന്നിങ്ങനെ മറിച്ചു വിട്ടാണ്. എന്തിനാണ് അങ്ങനെ ഇട്ടുന്നത്? ഇൽഹാർ ചെയ്യാം. അവിടെ മാത്രമേ വരുള്ളൂ. മറ്റിടത്തൊക്കെ എന്തുണ്ടാവും? രണ്ട് ലൊമ്മും ഒപ്പര ഉണ്ടാവുക. ഞാൻ എഴുതിയത് പോലെ വല്ലാഹു അലീമുൻ ഹക്കീം. ഹക്കീം നീട്ടി ഉച്ചരിക്കണം, 4 മുതൽ 6 കതിർ വരെ അല്ലേ? ആർക്കെങ്കിലും തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട്? എന്നും പറയണായതുകൊണ്ടാണ് ഓടിച്ചു പോയത് കേട്ടോ. ഉണ്ടോ? ഇല്ല. നമുക്ക് എടുക്കാനുള്ള ഇവിടുന്നാണ് ലാ തഹ്സബന്നല്ലദീന. അർത്ഥം പറഞ്ഞോളി. ലാ തഹ്സബന്ന, ആര് വിചാരിക്കരുത്? നീ വിചാരിക്കരുത്. ലാ തഹ്സബന്ന നീ വിചാരിക്കരുത് മാത്രമേ ഉള്ളൂ. നീ ഒരിക്കലും വിചാരിക്കരുത്, ഉറപ്പായിട്ടും വിചാരിക്കരുത്. ആരോടാ പറയണേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അഭിസംബോധനം ചെയ്യുന്നത്. പക്ഷേ നിയമം ആർക്കൊക്കെ ബാധകമാണ്? എല്ലാ വിശ്വാസികൾക്കും ബാധകമാണ്. അപ്പോൾ ലാ തഹ്സബന്ന, നബിയെ താങ്കൾ കരുതരുത്, കണക്ക് കൂട്ടരുത്, വിചാരിക്കരുത്. അല്ലദീന കഫറു, അല്ലദീന എന്ന് പറഞ്ഞാൽ
ഒരു കൂട്ടരെ, യാതൊരു കൂട്ടരെ, കഫറു അവർ കുഫർ കാണിച്ചിരിക്കുന്നു, അവിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ നബിയെ താങ്കൾ വിചാരിക്കേണ്ട, കണക്ക് കൂട്ടേണ്ട. എന്ത്? മുഅ്ജിസീന, മുഅ്ജിസീൻ, അജ്സ് പറഞ്ഞാൽ എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി, അജ്സ് വൽ കസ്ലി എന്നോ വൽ കസ്ലി വൽ അജ്സ് എന്നോ. അജ്സ് എന്താണ്? അജ്സ് അശക്തത. അശക്തത എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ? നമുക്കൊരു കാര്യം പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുക. നിങ്ങളിങ്ങനെ കല്ലെറിയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അശക്തത അല്ലേ? എനിക്ക് നിങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുക. അവിടെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. വിശദീകരിക്കുമ്പോൾ പറഞ്ഞുതരാം. മുഅ്ജിസീന, ഈ അവിശ്വാസികളായ ആളുകൾ മുഅ്ജിസീന ഫിൽ അർദ്. അജദ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥ വ്യത്യാസമുണ്ട്. അജിസ് അശക്തത, അശക്തത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തുക. അപ്പം മുഅ്ജിസീന അവർ പരാജയപ്പെടുത്തുന്നവരാണ് എന്ന് നബിയെ താങ്കൾ കരുതണ്ട. ആര്? അവിശ്വാസികളായ ആളുകള് ആരെ പരാജയപ്പെടുത്തുന്ന? പല അർത്ഥം പറഞ്ഞ, ഒന്ന് അള്ളാഹുവിനെ പരാജയപ്പെടുത്തുക. അള്ളാഹിനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുക പറഞ്ഞാൽ അള്ളാഹിൻ്റെ ദീനിനെ തോൽപ്പിക്കുക അല്ലേ? അള്ളാഹിൻ്റെ റസൂലിനെ തോൽപ്പിക്കുക. വലാ തഹ്സബന്നല്ലദീന കഫറൂ മുഅ്ജിസീന, അവർ അള്ളാഹുവിനെ, ഈ അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ തോൽപ്പിക്കുന്നവരാണ് എന്നൊരിക്കലും നബിയെ താങ്കൾ കരുതണ്ട. ഫിൽ അർദ്, ഈ ഭൂമിയിൽ. വമഅ്വാഹും, അവരുടെ സങ്കേതം. അവ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്താ? അഭയം പ്രാപിക്കുന്ന. അപ്പം അവർക്ക് അഭയം പ്രാപിക്കാനുള്ള സ്ഥലം അന്നാർ, നരകമാണ്. വലബിഅ്സുൽ മസ്വീർ, അവർ ചെന്നെത്തുന്ന ആ സ്ഥലം എത്ര മോശമാണ്, വളരെ മോശം. ഇതിൽ എന്തെങ്കിലും അർത്ഥം കിട്ടാത്തതുണ്ടോ അപ്പം നിങ്ങൾക്ക്? ഉണ്ടോ? തഹ്സബൻ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ഹസബ എന്ന് പറഞ്ഞാൽ എന്താ? മുഹാസബ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഹസബ, പിന്നെ ഹസിബ, രണ്ടുമുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ പിന്നെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ കണക്ക് കൂട്ടുന്നതിനാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വിചാരിക്കാന്നൊക്കെ പറയില്ലേ? അങ്ങനെ മനക്കണക്കല്ല, കണക്കൂട്ടണത് വേറെ തന്നെ. അതാണ് ആ രണ്ടും വ്യത്യാസം. ഒന്ന് ഹസബയാണ്, ഒന്ന് ഹസിബയാണ് അല്ലേ? പിന്നെ എന്താ പറയുക, അക്കൗണ്ടിന് തന്നെ എന്താ പറയുക? ഹാസിബ് എന്നാണ് ശരിക്ക്. അത് മുഹാസിബ് എന്ന് പറഞ്ഞതാ അല്ലേ? മുഹാസിബ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻറ്റ്. അതിനാണ് ഹാസിബ് എന്ന് പറഞ്ഞാൽ. ഹാസിബ് ആലിയൊക്കെ കേട്ടില്ലേ ഇവിടെ അല്ലേ? ഹാസിബ് ആലിയൊക്കെ ഉണ്ടാവും. എന്താണ് ഹാസിബ് ആലി കണ്ടില്ല നിങ്ങൾ? എന്താ കമ്പ്യൂട്ടർ സെക്ഷൻ എന്താ പറയല്? ഹാസിബ് ആലി എന്നാ പറയാ അല്ലേ? അപ്പോൾ ആ കഥയിൽ നിന്ന് ഉണ്ടാണതാ. അപ്പോൾ ഒന്ന് നമ്മളൊരു പിന്നെ മനക്കണക്ക് ഇങ്ങനെ പിന്നെ എന്താ പറയുക, ഒരു സംഗതി ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കി കൊണ്ടുവരാം, ഒരർത്ഥം അത്. രണ്ടാമത്തത് നമ്മൾ കണക്ക് ചെയ്യണേക്ക് കൂട്ടി പെരിച്ച് ഉണ്ടാക്കുക. രണ്ടിനും പറയും. ഇവിടെ വലാ തഹ്സബന്ന, നബിയെ താങ്കൾ അങ്ങനെ ധരിക്കുക തന്നെ വേണ്ട, ധരിക്കണ്ട, കണക്ക് കൂട്ടി വെക്കണ്ട, അല്ലെങ്കിൽ ഗണിക്കണ്ട. എന്ത്? അല്ലദീന കഫറു, ഈ അവിശ്വാസികളായ ആളുകൾ മുഅ്ജിസീന അല്ല. അജസും തമ്മിലുള്ള വ്യത്യാസം എന്താ? അജ്സാണ് അശക്തത അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സ്. അജസ എന്ന് പറഞ്ഞാലോ അതിൻ്റെ അഫ്അൽ വദിനാണ് അജസ. അജസ അശക്തത ഉണ്ടാക്കുക, അശക്തത ഉണ്ടാക്കുക. അപ്പം മുഅ്ജിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കുക? എനിക്ക് അശക്തത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ, മറ്റൊരു ഭാഷാന്തരം, നിങ്ങൾ എന്നെ പരാജയപ്പെടുത്തുക. അതിനാണ് അജസ അല്ലേ? എന്നെ അശക്തനാക്കിയ എന്താവും? ഞാൻ പരാജയപ്പെടും അല്ലേ? അതാണ് അതിൻ്റെ ഉദ്ദേശാർത്ഥാണ് തഫ്സീറിലൊക്കെ കൊടുത്ത്. അപ്പം വലാ തഹ്സബന്നല്ലദീന കഫറു മുഅ്ജിസീന ഫിൽ അർദ്,
ഭൂമിയിൽ അവർ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കുമെന്ന് നബിയെ താങ്കൾ ഒരിക്കലും വിചാരിക്കണ്ട. എന്താ ഇപ്പം ഈ ആയത്തും ഇതിൻ്റെ മുമ്പ് കുറേ കാര്യം പറഞ്ഞില്ലേ, അതുമായിട്ടുള്ള ബന്ധം എന്താ? എന്തിനാ അപ്പം പഠിച്ചവൻ അതിവിടെ കൊണ്ടുവന്ന്? ഇതിന് നേരത്തെ പറഞ്ഞെന്തേനി? നിങ്ങൾ കുറേ നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. അതിൻ്റെ മുമ്പ് എന്തേനി? അള്ള കുറേ പ്രോമിസ്, ഒരുപാട് ഓഫർ നൽകുകയാണ് അല്ലേ, വാഗ്ദാനങ്ങൾ നൽകുകയാണ്. എന്തൊക്കെ വാഗ്ദാനം നൽകിയത്? നിങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? ഭൂമിയിലെ ഖലീഫ നിങ്ങൾ തന്നെയാവും അല്ലേ. ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ നിർഭയത്വം അള്ളാഹു ഉണ്ടാക്കിത്തരും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തതാ. ആ വാഗ്ദാനം ചെയ്ത കാര്യം കിട്ടാനാണ് വാക്കീമുസ്സലാത്ത് വാത്തു സക്കാത്തൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി ഒന്നുകൂടി അയിമക്കനെയാണ് ആവും ബന്ധം. ലാ തസ്സബന്ന. എന്നാ അപ്പം ഞങ്ങളിങ്ങനെ നിസ്കരിക്കണില്ലേ? ഇത്ര കാലമായി ഞാനും നിങ്ങളും നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? എത്രയായി നമ്മൾ സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട്? എന്നിട്ട് അള്ള എന്നെന്താ പിന്നെ അള്ളാൻ്റെ ഈ വാഗ്ദാനമൊന്നും എനിക്ക് കിട്ടാത്ത എന്താ? നമ്മൾ ഫലസ്തീനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ അപ്പം അവിടെ ഇങ്ങനെ നിസ്കരിക്കണ, ജുമയൊക്കെ നടത്തണ, പൊട്ടിപ്പൊളിഞ്ഞ അവിടെ വെച്ചിട്ട് പോലും ബാങ്ക് കൊടുക്കണ അത്തരം മുസ്ലിങ്ങൾക്ക് പടച്ചോൻ തുണക്കാത്തത് കൊണ്ടല്ലേ അവരെ പരാജയപ്പെടുത്തി, അവർക്ക് പരാജയം സംഭവിച്ചത് എന്ന് നമ്മുടെ മനസ്സിൽ എന്ത് വരും? ഒരു കാറ്റിങ്ങോട്ട് വരും അല്ലേ. നമ്മളെല്ലാം ചെയ്തിട്ടും പടച്ചോനെ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പം എന്തുണ്ടാവും? എന്താ ഉണ്ടാവുക? നിങ്ങൾ ഉദ്ദേശിച്ചൊരു കാര്യം, നിങ്ങൾ താജ്ജുദൊക്കെ നിസ്കരിച്ച് ഇതൊക്കെ കിട്ടി, പഠിച്ചോൻ പറയാം അതൊക്കെ നിങ്ങൾക്ക് കിട്ടും, അത് തരും, നിങ്ങൾ അങ്ങനെ ചെയ്താൽ അക്കാമുസ്സലാവാത്ത് സക്കാത്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് നിരന്തരം ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടിയില്ല. എന്താ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക? സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? നിരാശ വരും. നിരാശ വന്നാൽ മെല്ലെ ബേക്കോട്ടെടുക്കും. ഞാനല്ലേ ഓലെ പാർട്ടിക്ക് ഞാനില്ല അല്ലേ, ശരിയാവില്ല. ഇത്ര കാലമായി ഇപ്പം ഞാൻ 10-35 കൊല്ലമായി കുവൈത്തിൽ, എന്നിട്ടിപ്പം എന്തേ എനിക്ക് നിരാശ അല്ലേ, ഞാൻ ബേക്കോട്ടടിക്കും. പിശാച് ഉദ്ദേശിക്കണ ഈ സംഗതിയാണ്. നമ്മുടെയൊക്കെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്കൊക്കെ അല്ലാഹു തആല പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ അല്ലാഹ് പറഞ്ഞ പണിയൊക്കെ ചെയ്യുന്നുണ്ട്, അക്കാമുസ്സലാത്ത് വാത്തു സക്കാത്തൊക്കെ നമ്മളെടുത്തുണ്ട്. കിട്ടാതെ വരുമ്പോൾ എന്തു ചെയ്യും? അല്ലാഹ് ഒരസി നോക്കണ ഒരു ഇതാണ്, സംഗതിയാണിത് അല്ലേ. ഏറ്റവും നല്ല ആളുകളെയാണ് അല്ലാഹു തആല എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായവരാരാ? പ്രവാചകന്മാരാ, അമ്പിയാക്കള്. ഓലെ പടച്ചോം അള്ളാഹു നല്ലോ മരസി വെക്കും. എന്തെങ്കിലും കാപ്പട്യത്തിന്റെ കറ ഉണ്ടോ ഇല്ലേ, ഉണ്ടോ, വീണ്ടും അരച്ചു വെക്കും അല്ലേ. പിന്നെ ഏറ്റവും സാലിഹായ അക്രബായ ആളുകളെ നമുക്ക് വലിയ പരീക്ഷണം വരൂല. എന്തുകൊണ്ട്? നമ്മളെ വിശ്വാസത്തിന്റെ ശക്തി പഠിച്ചോനറിയാം, അതുകൊണ്ടാ. അപ്പൊ അവിടേക്കാണ് ഇത് ബന്ധം. വലാ തസ്സബന്നല്ലദീൻ, മുഹമ്മദ് നബിയെ താങ്കളെയും ആ അഹ്ലി സുഫത്തിന്റെ ആ മിസ്കിമാരായ ആ സ്വഹാബത്തിനെയും ആ മുസ്ലിങ്ങളെയും അവിശ്വാസികൾ പരാജയപ്പെടുത്തും എന്ന് താങ്കൾ ഒരിക്കലും വിചാരിക്കണ്ട. അപ്പൊരു ചോദ്യം വരും, ഉഹദ് യുദ്ധ രണാങ്കളത്തിൽ പരാജയം വന്നില്ലേ? എന്തിനെ ഉഹദിൽ പിന്നെ കുഫാറുകൾക്ക് അല്ലാഹു തആല വിജയം നൽകിയത്? മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല വിജയം കൊടുത്തു. അവിടെ നേതാവായ മുഹമ്മദ് നബി ഇല്ലായിരുന്നോ? പ്രഗത്ഭരായ സ്വഹാബത്ത് അവിടെ ഇല്ലേ? അവർ അല്ലാഹ് ചെയ്ത വാഗ്ദാനം, ആ ഓഫർ, ആ വഅദിന് അവർ അർഹരല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ആ ഉഹദിൽ അവർക്ക് പിന്നെ പരാജയം സംഭവിച്ചു എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓട്ടം ഒരു ഇതിങ്ങനെ ഉണ്ടാക്കുവാര് പിശാച്. ഇന്നിപ്പോൾ ജീവിക്കണം നമ്മൾ എന്താ ഇപ്പം ഫലസ്തീനികൾക്ക് അങ്ങനെ പഠിച്ചോ, ഇത്ര കാലമായിട്ട് അങ്ങനെ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട് എന്ന ചിന്ത ഇങ്ങനെ വരും. എന്തിനാണെന്നറിയോ നിങ്ങൾ? ഇൻ യംസസ്കും കർഹുൻ ഫഖദ് മസ്സൽ ഖൗമ കർഹും മിസ്ലു. ഉഹദ് യുദ്ധ രണാങ്കളത്തെപ്പറ്റി, ആ സംഗതിയെപ്പറ്റി അല്ലാഹു തആല പറയുന്നുണ്ട്.
നിങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അവർക്കും എന്ത് സംഭവിച്ചിട്ടുണ്ട്? മുറിവുകളും കേടുപാടുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാ വത്തിൽക്കൽ അയ്യാമു നുദാവിലുഹ, ആ യുദ്ധത്തിലെ ജയപരാജയം, ആ ജയപരാജയം പിന്നെ ഇങ്ങനെ അള്ളാഹു തആല മാറ്റിക്കൊണ്ടിരിക്കുന്ന. ബക്കറ്റ് വെള്ളം വലിക്കുന്നുണ്ട് നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിന എന്തെങ്കിലും? ആരാ മുക്കിയ? എല്ലാവരും മുക്കിന. എങ്ങനെയാണ്? ഒരു ഇതിങ്ങനെ താന്നു പോകുമ്പോൾ ആ വെള്ളം എങ്ങനെ വരും? പിന്നെ ആ വെള്ളം കഴിഞ്ഞാൽ അങ്ങോട്ടനെ പോലെ. ഇതേപോലെയാണ് യുദ്ധത്തിൽ. ഇപ്പോൾ ഒന്ന് നമുക്ക് കിട്ടും, നാളെ കിട്ടും, അവർക്ക് കിട്ടും. അപ്പം അവിശ്വാസികൾക്ക് കിട്ടുമ്പം നിങ്ങൾ വലിയ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാൻ പാടില്ലല്ലോ. ഇന്നത്തെ രാഷ്ട്രീയക്കാർ പറയുന്നതൊക്കെ നിങ്ങളെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തൂഫാനായി ഒരിതും കിട്ടാതെ നിങ്ങൾ എങ്ങനെ പരാജയപ്പെട്ട് നിങ്ങളെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കലുണ്ടല്ലേ നിങ്ങൾ അല്ലേ? അന്ന് എനിക്കിവിടെ പറയാൻ പറ്റാന്നുള്ളൂ. അതൊക്കെ നിങ്ങളെ ഭാവനയ്ക്ക് കൊണ്ടുവരാനാണ്. അപ്പം അങ്ങനെ പറയും ആളുകൾ. അങ്ങനെ പറയണ എന്താ? എന്തിനാണത്? ബൈനന്നാസ്, ആളുകൾക്കിടയിൽ ജയപരാജയം അള്ളാഹു തആല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് അള്ളാഹ് പറയാ എന്തിനാണ് ഈ പിന്നെ കുഫാറുകൾക്ക് അബൂലഹബിനും അബൂജഹലിനൊക്കെ അള്ളാഹു വിജയം കൊടുത്തത് ആ സന്ദർഭത്തിൽ? അതാണ് അള്ളാഹ് പറയുന്നത് വലിയഅലമല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി. അപ്പൊ കണ്ടങ്ങള് ശരിക്കും ഒരു പരീക്ഷണാണ്. പരാജയം സംഭവിക്കുമ്പോൾ അള്ളാഹ് ഇങ്ങനെയൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഓഫറിന് പിന്നുള്ള നിബന്ധനകളൊക്കെ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ടും എനിക്ക് വിജയം കിട്ടിയില്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ചത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളെ പിന്നെ എന്ത് ചെയ്യും? ശരിക്കോലെ ഈമാൻ, കാപ്പട്യത്തിൻ്റെയോ കുഫറിൻ്റെയോ എന്തെങ്കിലും ഒരു തരിമ്പ് അവരുടെ മനസ്സിലുണ്ടോ എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വയത്തഹിദ മിൻകും ശുഹദാ, അള്ളാഹ് പറയാ നിങ്ങളിൽ നിന്ന് ശുഹദാക്കളെ ഉണ്ടാക്കിയെടുക്കാനാണ്. എന്താ ഈ ശുഹദാക്കൾ? എന്തിനാ? രക്തസാക്ഷികൾ. എന്താ രക്തസാക്ഷികൾക്കുള്ള പ്രത്യേകത? ഓൽക്ക് സ്വർഗാണ് അല്ലേ? സ്വർഗാണ്. ആ സ്വർഗത്തിലെ ഉന്നത പദവിയിലായിരിക്കും അവര് അല്ലേ? ആ രക്തസാക്ഷി സ്വർഗത്തിലെക്കുമ്പോൾ പിന്നെ ദുനിയാവിലേക്ക് തിരിച്ചു വരണം എന്ന് അവിശ്വാസികളും ഒക്കെ ആഗ്രഹിക്കും അല്ലേ? അവിശ്വാസികൾ ആഗ്രഹിക്കും പഠിച്ചോനെ മരണസമയത്ത് അവരെന്ത് ചെയ്യും? അള്ളാഹുവേ ഇന്നെ ദുനിയാവിലേക്കൊന്ന് റബ്ബിർജിയോൺ ഇന്നൊന്ന് മടക്കി തരണേ. എന്തിനാണ്? ലഅല്ലി അഅ്മലു സ്വാലിഹ, ഒരു സൽക്കർമ്മം പ്രവർത്തിക്കാനുള്ള ഒരു ടൈം കണ്ട് എന്നെ ആ ദുനിയാവിലേക്ക് മടക്കി തരണേ എന്ന് ആ മരണസമയത്ത് ആര് പറയും? എല്ലാവരും പറയും. എന്നാൽ സ്വർഗത്തിലെത്തിയിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടാവുള്ളൂ. ആരാണത്? ശുഹദാക്കളാണ്. എന്താ കാരണം അറിയോ? ശുഹദാക്കൾക്ക് സ്വർഗത്തിലുള്ള മറ്റു ആളുകളുടെ പദവിയും ശുഹദാക്കളുടെ പദവിയും കാണുമ്പോൾ ആ ശുഹദാക്കൾ ആഗ്രഹിച്ചു പോകും. അവർക്കൊരു ഉമ്നിയത്തുണ്ടാവും. എന്ത്? പടച്ചവനെ ഒന്നുകൂടി ചിന്ന സ്വർഗത്തിലേക്ക് ആ ദുനിയാവിലേക്ക്, അവിടെ ഒന്നുകൂടി ഷഹീദായി ഞാൻ തിരിച്ചു വന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ പവറുള്ള സ്ഥാനം എനിക്ക് കിട്ടുമായിരുന്നില്ലേ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അതാണ് ശുഹദാക്കൾ. അപ്പം വയത്തഹിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്ന് ശുഹദാക്കൾ ഉണ്ടാക്കാൻ. വല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ, ഈ അക്രമികളായ ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. എന്നിട്ട് പറയാം മൂന്നാമത്തെ ഒരു ഗുണം വലിയുമഹിസല്ലാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു ശുദ്ധീകരിച്ചെടുക്കാൻ. മഹസ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ചെടുക്കാൻ. പിന്നെ വയംഹക്കൽ കാഫിരീൻ, അവിശ്വാസികളായ ആളുകളുടെ ശക്തി ക്ഷയിപ്പിക്കാനുമാണ് അള്ളാഹു തആല അത് ചെയ്യണമെന്ന. അപ്പം ഇടക്ക് അവിശ്വാസികൾക്ക് വിജയം നൽകുന്നത് എന്തിനാണ്? നമ്മുടെ വിശ്വാസം അള്ളാഹു എന്ത് ചെയ്യാണ്? പരീക്ഷിക്കാണ്. നമ്മളെ ശുദ്ധീകരിക്കാനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ നിന്ന് ശുഹദാക്കൾ ഉണ്ടാക്കാനാണ്. ആ ശുഹദാക്കളെ കൊണ്ട് അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പോവാനാണ്. ഇതിനേക്കാൾ വലിയൊരു നേട്ടം വേറൊന്നുണ്ട്. എന്നാൽ നമുക്കൊക്കെ അതിനുള്ള ഭയം എന്താ? എനിക്കടക്കം നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെയാണ്. അള്ളാഹ് ചോദിക്കുക അം അസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്കാണ് കടന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദു മിൻകും വയഅലമസ്സാബിരീൻ, നിങ്ങളിൽ നിന്ന് ആരാണ് പിന്നെ ശരിയായി ധർമ്മസമരം ചെയ്തത് ആരാണ്?
അതേപോലെ ക്ഷമ കൈക്കൊണ്ടവരാരാണ് തിരിച്ചറിയാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കടന്നു വരാം എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നുള്ള. അപ്പം ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എന്ത്? ചില സന്ദർഭങ്ങളിലൊക്കെ മുസ്ലിങ്ങളായ ആളുകൾക്ക് പരാജയം കാണുമ്പോൾ അവർ ജീവിക്കുന്ന രാജ്യമൊക്കെ ആകെ വെട്ടിപ്പൊളിച്ച് തൂഫാനാക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന വിശ്വാസിയായ നമുക്ക് തോന്നും, പടച്ചോ ഇതൊന്നും കാണുന്നില്ലേ, ഇങ്ങനെ പരാജയപ്പെടുത്തുന്ന വല്ലാത്ത ആ കുട്ടികളൊക്കെ കഥ കണ്ടില്ലേ എന്തൊക്കെ നമ്മൾക്ക് ഇങ്ങനെ. എന്തിനാണത്? എൻ്റെ ഈമാൻ പരിശോധിക്കാനാണ്, എൻ്റെ ഈമാൻ പരിശോധിക്കാനാണ്. ഇതാണ് എൻ്റെ ഈമാൻ അള്ളാഹു ഉരസി നോക്കാനാണ്. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. അതാണ് അള്ളാഹു തആല വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ വഅദ പറഞ്ഞതിന് ശേഷം ആ വഅദ കിട്ടാനുള്ള കുറേ നിബന്ധനകൾ വഅഖാമുസ്സലാ വആതുസ്സക പോലുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വലാ തഹ്സബന്നല്ലദീന കഫറൂ മുഅ്ജിദീന ഫിൽ അർദ്, ഈ അവിശ്വാസികളായ കുഫർ കാണിക്കുന്ന ആളുകൾ ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്തും നിങ്ങൾ വിചാരിക്കേണ്ട. ദുനിയാവിലെ പരാജയമല്ല, ആ ഒരു പരാജയമല്ല, പരലോകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോണ എന്താ? സ്വർഗമാണ് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു രംഗം വേണം. പിന്നെ ഈ രംഗത്തായിരിക്കും പിശാച് പെട്ടെന്ന് കയറി വരാം. പിശാച് എങ്ങനെ കയറി വരിക? പിശാചുങ്ങൾ അള്ളാനെ അല്ലാത്തവരെ ആരാധിച്ചോളി എന്നൊന്നും പറഞ്ഞൊന്നും വരൂല. എങ്ങനെ പിശാച് കയറി വരിക? പിശാചിൻ്റെ ശൈലി എങ്ങനെ? ഞാൻ ഇപ്പം നല്ല നിസ്കാരക്കാരനാണ് എങ്കിൽ പിശാച് എന്തുണ്ടാക്കും? നല്ല വിശ്വാസം ഉണ്ടാക്കും, ആ നമസ്കാരം കേടെത്താം അല്ലേ? ഞാൻ ശക്തമായ ഈമാനാണെങ്കിൽ എവിടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം കിട്ടുന്ന സംഗതി ഉണ്ടാകുമ്പോൾ അല്ലേ, ഒരു പക്ഷേ എൻ്റെ ഉറ്റവരെ ഉടവരെയൊക്കെ മരണമോ അല്ലെങ്കിൽ ആക്സിഡൻറ്റോ അങ്ങനെയൊക്കെ പലതും മനുഷ്യന് സംഭവിക്കൂലേ? അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പം അവിടെ നിരാശ വരുന്നുണ്ടോ എന്ന് പിശാച് അതിലൂടെ കയറി വരും. അപ്പോൾ ഓരോരുത്തരുടെയും അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുക? പിശാച് കയറി വരിക. ആ രംഗത്ത് എൻ്റെ വിശ്വാസം മൂലം എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് അല്ലാഹു തആല പരിശോധിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ സംശയം ഉണ്ടാവുണ്ടോ, അല്ലെങ്കിൽ ആ കാര്യത്തിൽ സംശയം വരുന്നുണ്ടോ, തശ്കീക്ക് ഉണ്ടാവുണ്ടോ എന്നൊക്കെയാണ് അല്ലാഹു തആല പിന്നെ നമ്മെ പരിശോധിക്കണം. മഹാനായ ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബന ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു എന്നൊരു പ്രാർത്ഥനയുണ്ട് അല്ലേ? ഇബ്രാഹിം നബിയുടെ സൂറത്ത് മുംതഹിനയിലെ വചനത്തിൽ നിങ്ങൾക്കത് കാണാം. ഞങ്ങളുടെ രക്ഷിതാവേ, അവിശ്വാസികളായ ആളുകളെ ആളുകൾക്ക് ഞങ്ങളെ ഒരു ഫിത്നയാക്കല്ലേ. എന്താ ഈ ഫിത്നാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണത്? മഹാനായ മുജാഹിദ് റഹ്മഹുല്ല അതിനെ തഫ്സീർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ അല്ലാ തുഅദ്ദിബനാ ബി ഐദീഹിം, ആ കുഫാറുകളുടെ കൈ കൊണ്ട് ഞങ്ങളെ പീഡിപ്പിക്കല്ല പടച്ചോനേന്നാ. കുഫാറുകൾ നമ്മളെ പീഡിപ്പിക്കുമ്പം എന്തു ചെയ്യും? ഓലടിയേറ്റുകൊണ്ടാണല്ലോ മരിച്ചത് എന്നൊരു ഒരു 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 അപകർഷതാബോധം ഉണ്ടാവും അല്ലേ? ഞാനിപ്പോൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പം ഞാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് എന്ത് വരും? ഒരു 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 ദേഷ്യവും ഒരു ഈറയും ഒരു എന്തൊക്കെയോട് വരൂലേ അല്ലേ? അപ്പം നമ്മൾ പലതും ചെയ്തു. അങ്ങനെ അവർ മൂലം അവിശ്വാസികൾ മൂലം വിശ്വാസികൾ മരിച്ചു വീഴുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയിൽ ശരിക്കും അങ്ങനെയുള്ളൊരു പരീക്ഷണം ഞങ്ങൾക്ക് തരല്ല പടച്ചോനെ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്തിനും അവിടെ വരും പിശാച്. ഇത് അത്ര സത്യമല്ലാത്തത് കൊണ്ടല്ലേ അയാൾ തോറ്റത്? അല്ലെങ്കിൽ അയാൾ ഹക്കിലാണെങ്കിൽ അയാൾ തോൽക്കാൻ പാടുണ്ടോ? അയാളെ കൂടെ അള്ളാഹ് ഉണ്ടാവില്ലേ, മലക്കുകളുണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യും? പിശാച് അവിടെ കയറി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ രംഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിലെ പ്രധാന ഇത് ഒന്ന്, അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമെന്താണ്, നമ്മളൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് തിരിച്ചറിയാനും അതേപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇത് വേർതിരിച്ചറിയാനും അതേപോലെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് നൽകുന്നത്. ഇനി ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ?
വലാ തഹ്സബന്ന ലദീന കഫറു മുഅ്ജിദീന ഫിൽ അർദ് വമഅവാഹുമുൻ നാർ വലബിഅ്സൽ മസീർ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇവർക്ക് പോവാനുള്ള ഇനിയിപ്പോൾ എത്ര ദുനിയാവിൽ എന്ത് കോല് നേടിയെടുത്താലും പോവാനുള്ളത് കൊടുക്കാം നരകത്തിൽ കാണും അല്ലേ? നിങ്ങളിവിടെ എത്ര കോടി സമ്പാദിച്ചാലും നിങ്ങൾക്ക് പോകാനുള്ള കൊടുക്കാം നരകാണ് എന്നാണ് ആ വിശ്വാസികളോട് അല്ലാഹു പറയുന്നത്. പിന്നെ ആ കേന്ദ്രം എത്ര മോശമാണ് എന്നതാണ്. അപ്പം ഒരു വലിയ ഹിക്മത്ത് അതിലുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത് ലാ തഹ്സബന്ന ലദീന ഖുതിലു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിന്നെ കൊല ചെയ്യപ്പെട്ട ആളുകളെ, ഷഹീദായ ആളുകളെ നിങ്ങളൊരിക്കലും വിചാരിക്കേണ്ട അംവാത്ത, അവർ മരിച്ചവരാണ്, ഓലൊക്കെ മരിച്ചു മണ്ണായി നിങ്ങൾ വിചാരിക്കണ്ട. ബൽ അഹ്യാഹും ഇൻദ റബ്ബിഹിം, അവരവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. മാത്രമല്ല യുർസഖൂന, അവർക്ക് ഉപജീവനം നൽകപ്പെടുന്നുണ്ട്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹ്, അള്ളാഹു നൽകിയത് കൊണ്ട് അങ്ങേയറ്റത്തെ സന്തുഷ്ടരാണവർ. മിൻ ഫദ്ലി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് കിട്ടിയത് കൊണ്ട് അങ്ങേയറ്റത്തെ സന്തുഷ്ടരാണവർ. പിന്നെ വയസ്തബ്ശിറൂന, അവർ സന്തോഷം കൊള്ളുന്നവരാണ്. എങ്ങനെ? ബില്ലദീന ലം യൽഹഖു ബിഹിം മിൻ ഖൽഫിഹിം, അവരുടെ പിന്നാലെ ദുനിയാവിൽ നിന്ന് അവരോടൊപ്പം വന്നു ചേരാനുള്ള ആളുകളെ പറ്റിയും അവർ സന്തുഷ്ടരാണ് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുങ്ങൾ, അവരെ പറ്റി എന്താ പറയണത്? അല്ലാ ഖൗഫുൻ അലൈഹിം, ഈ ദുനിയാവിൽ ഇങ്ങനെ പ്രയാസവും ആകെ അടിച്ച് പൊളിച്ച് ബിൽഡിങ്ങൊക്കെ തൂഫാനാക്കി കുട്ടികളൊക്കെ പിന്നെ താമസിക്കാൻ ഇടയില്ലാതെ ഇങ്ങനെ കാണുമ്പോൾ അവരോട് ആ പിന്നെ സ്വർഗത്തിലുള്ള ആ ശുഹദാക്കളായ ആളുകൾ പറയുന്നത് അല്ലാ ഖൗഫുൻ അലൈഹിം, പേടിക്കണ്ട, യാതൊരു ഭയപ്പെടാണ്ട. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതില്ല. അന്ന് ഫലസ്തീൻ്റെ ആള് അവസാനായി നമസ്കരിക്കുമ്പം ഓതി ആയത്ത് ഏതേനും അറിയങ്ങൾ? ഒരിക്കൽ ഇമാം നിസ്കരിക്കുന്നുണ്ട്. ഏതേനും? ഈ ആയത്തേനും വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് എന്ന് തുടങ്ങണ ആ ആയത്തുകളാണ് അവസാനായി. ആ കൊല്ലണാവസ്ഥ കണ്ടില്ല നിങ്ങൾ? അയാളെ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് എന്താ പിന്നെ ഈ ആയത്തായിരുന്നു അയാൾ ഓതിയിരുന്നതെന്നാണ്. അപ്പം അതിങ്ങനെ വാർത്തകളിലൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നു. അപ്പം വളരെ ചിന്തിക്കാനുള്ള ഒരായത്തും കൂടിയാണത്. പിന്നെ യസ്തബ്ശിറൂന ബിനിഅ്മത്തിൻ മിനല്ലാഹി വഫദ്ൽ, അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ആ നിഅ്മത്ത് കൊണ്ട് അവർ ആ സ്വർഗ്ഗലോകത്ത് സന്തോഷിക്കുന്നവരാണ്. വ അന്നല്ലാഹ ലാ യുളീഹു അജ്റൽ മുഅ്മിനീൻ, ഇതാണ് അതിലെ പ്രധാനപ്പെട്ട പാഠം. സത്യവിശ്വാസികളായ ആളുകളുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കൂല. നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് കിട്ടിയില്ല എന്ന് വരും, പക്ഷേ എന്തുണ്ടാവും? പരലോകത്തുനിന്ന് കിട്ടുക ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ. അതുകൊണ്ടാണ് വലാ തഹ്സബന്നല്ലദീന കഫറു മുഅ്ജിദീന ഫിൽ അർദ് എന്ന് അള്ളാഹു തആല പറയാനുള്ള കാരണം. അപ്പോൾ ഇതിന്ന് പഠിക്കാനുള്ള മറ്റൊരു പാഠം എന്ന് പറയുന്നത്, ഒരു വിശ്വാസി എപ്പോഴും എന്ത് വിശ്വസിക്കണം? അവിശ്വാസികളെ കൊണ്ട് മുനാഫിക്കുകളെ, രണ്ടോ വിശ്വാസി തന്നെയാണ് കേട്ടോ, രണ്ട് ഗ്രൂപ്പാണെന്നുള്ളൂ. അപ്പം അവിശ്വാസികളെ കൊണ്ട് മുനാഫിക്കുകളെ കൊണ്ടുള്ള ശത്രുത വിശ്വാസിക്ക് എല്ലാ കാലവും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നിൽക്കാൻ പോണില്ല. അത് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഫലസ്തീൻ്റെ രൂപത്തിലാണെങ്കിൽ പിന്നെ നമ്മൾ കാണുന്ന വേറെ രൂപത്തിലാകും. അതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ ആകും അല്ലേ? അപ്പം ഇത് ഏത് കാലഘട്ടം, ഏത് പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്കിയാലും അവിശ്വാസികളുടെ ശത്രുത ആ കാലഘട്ടം മുതൽ ഉണ്ടായിട്ടുണ്ട്, ഇന്നും അതുണ്ട് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ആ അവ്വലുർ റുസുലായ നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജനത എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം തൗഹീദി പ്രബോധനമായി ചെന്നപ്പോൾ എറിഞ്ഞാട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി വഴിവെച്ചവനാടാ എന്ന് പറഞ്ഞ് അവർ ആരോപണം നടത്തിയിട്ടുണ്ട്. ഇഞ്ഞങ്ങാനിച്ച് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ കല്ലുകൊണ്ട് തന്നെ എറിയും എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ഒരുപാട് ചരിത്രം കാണാം, ഖുർആൻ അങ്ങനെ വായിച്ചു നോക്കാം. കാലു, ആ ജനത പറഞ്ഞെന്താ? ല ഇല്ലം തൻതഹിയാനു, നൂഹേ ജൻ്റെ ഈ പണിയുണ്ടല്ലോ, ആ ഈ തൗഹീദി പ്രവർത്തനം, ആ പിന്നെ ദഅവത്ത് അത് നിർത്തിയിട്ടില്ലെങ്കിൽ ലതകൂനന്ന മിനൽ മർജൂമീൻ, ഞങ്ങൾ എന്ത് ചെയ്യും? ആ എറിഞ്ഞാട്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീയായിത്തീരും എന്ന് പറഞ്ഞു. ബനു ഇസ്രായേൽക്കാരുടെ അയിന്നാണല്ലോ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുള്ളത്. ആ പ്രവാചകന്മാരൊക്കെ ഓരോരുത്തരെ ഒന്ന് കൊല ചെയ്യാനോ
അല്ലെങ്കിൽ വധിക്കപ്പെടാനോ ഉപദ്രവിക്കാത്ത ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ആ കാലഘട്ടം മുതൽ തന്നെ എന്തുണ്ട്, ഈ പ്രബോധന പ്രവർത്തനവുമായി വന്ന ആളുകൾ ഈ കുഫാറുകളുടെ എതിർപ്പ്, അദാവത്ത്, ശത്രുത അന്ന് മുതൽ ഇന്നും അവർ ഏറ്റുകൊണ്ടിരിക്കേണ്ട. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിയാത്തവരാരുമില്ലല്ലോ അല്ലേ. മക്കത്ത് ഏറ്റവും പരിചരണം നൽകേണ്ട ആളുകളാണ് ആര്? മുഹമ്മദ് നബിയുടെ ഏറ്റവും ശത്രുക്കളായി മാറിയത് അല്ലേ, കുടുംബക്കാരാണ്. അബൂലഹബും അബൂജഹലും ഒക്കെ അവരാണ് മുഹമ്മദ് നബിയെ നാട്ടിൽ നിന്ന് പുറത്താക്കാനും കല്ലെറിയാനും നബിയുടെ സഹാബത്തിനെയൊക്കെ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും ഒക്കെ അവരാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ആ കാരണമാണ് ആര്? സുമയ്യയും ആരാണ്? അമ്മാർ ബിൻ യാസിറും. ഒന്നാമത്തെ ഷഹീദ് ആരാണ് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ? സുമയ്യ അല്ലേ, അമ്മാർ ബിൻ യാസിർ. ഇവരൊക്കെ വധിക്കപ്പെടാനുള്ള കാരണം എന്താ? ഈ ഒരു കാരണമാണ്. ആലോചിച്ച് നോക്കുങ്ങള്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഏത് കാലത്തും. അതുകൊണ്ടാണ് അതൊന്നും ഫലിക്കാത്തപ്പോഴാണ് അവരെന്ത് പറയുന്നത്? മുഹമ്മദ് നബി ഭ്രാന്തനാണ്, മുഹമ്മദ് നബി സായിറാണ്, മുഹമ്മദ് നബി ജ്യോത്സ്യനാണ്, മുഹമ്മദ് നബി ഇങ്ങനെ പല ആരോപണം പറഞ്ഞുകൊണ്ട് ആരോപണത്തിൻ്റെ ശൃംഖല വിടാനുള്ള കാരണം ഇതാണ്. ഈ ദഅവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു പിന്നോട്ടടിച്ചിട്ട് ആ പിന്നോട്ടടിക്കുമ്പോൾ പിശാച് കയറി വരും. അപ്പോൾ ഒരു നിരാശരുണ്ടാവും. നിരാശ ഉണ്ടാകുമ്പോൾ പ്രവർത്തനത്തിൽ നിന്നാണ് വിട്ടുക്കും അല്ലേ. അവരേ പള്ളി വരും. അങ്ങനെ എന്തെങ്കിലും ഒരു നിരാശ കുടുങ്ങും. ഇതെങ്ങനെ നമ്മളെ ഇടയിൽ പ്രാക്ടിക്കലാക്കല്? എന്നും നിസ്കരിക്കാൻ മുന്നിലെ സഫിൽ സുബഹി ജമാഅത്തിന് വന്നിരുന്ന ഒരാൾ ചിലപ്പോൾ അയാൾ ഒരു സംഘടനൻ്റെ ആ സർക്കിളിലാവും. അയാൾ ആ സംഘടനൻ്റെ നേതാവിനോട് എന്തേ പറഞ്ഞിട്ട് നിങ്ങൾ എനിക്കാന്ന് ചെയ്തു തരണേ. ചിലപ്പം അയാൾക്കത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ അയാളോടൊരു മാസമായി പറയലെടുത്തിട്ട് ഇനി ആനയിലില്ല, ഇന്ന ക്ലാസ്സിനൊന്നും കിട്ടൂല, ഇന്ന ക്ലാസ്സിനും കിട്ടൂല. അവസാനം ആ മുന്നിലെ സെഫിലും അയാൾ കാണും, രണ്ടാമത്തെ സെഫിലും, പിന്നെ അവസാനം ബാക്കിലും ആണ്, പിന്നെ കാണൂല. ആരാ ഇവിടെ വില്ലൻ? കണ്ടങ്ങൾ നമസ്കരിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന ഒരു തൗഹീദി വലയുടെ ശൃംഖലയിൽ ഉള്ളിൻ്റെ ആ സർക്കിളിലുണ്ടായിരുന്ന ഞാൻ എന്ന വ്യക്തി എന്തോ ഭൗതിക കാരണം ആഗ്രഹിച്ച് അത് കിട്ടാതായപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നോട്ടടിച്ച് അവിടെ പിശാച് കയറി വന്ന് എൻ്റെ നിസ്കാരമില്ല, എൻ്റെ നോമ്പുമില്ല, ഞാനും ഇല്ല. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പം വലാ തഹ്സബന്നല്ലദീന, ഇതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ആയത്ത് ഈ രൂപത്തിലാണ് നമ്മൾ പ്രാക്ടിക്കലാക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഅവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാച് എല്ലാ പ്രവാചകന്മാരെയും ദഅവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാചുക്കൾ എങ്ങനെയാണോ ശ്രമിച്ചത്, അതേപോലെ അന്ത്യനാൾ വരെ ജീവിക്കുന്ന ഓരോ വിശ്വാസിയും പിശാച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും എന്ന വലിയ പാഠമാണ് വലാ തഹ്സബന്നല്ലദീന കഫറു മുഅ്ജിദീന ഫിൽ അർദ് എന്ന ആയത്തിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കണ മറ്റൊരു ആശയം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ഇനി ബാക്കി എന്തേനു അടുത്ത ആയത്ത് കഴിഞ്ഞു. നമ്മളെ ടൈം ചെയ്യാനോ തുടങ്ങിയാൽ കുടുങ്ങോ? എത്ര അതിന് 50,000. ഒരാഴ്ചകൂടി ഇതുമായിട്ടാണ് ബന്ധപ്പെട്ട, അപ്പോൾ ശരിയാവും. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന വഅദല്ലാഹി ഹക്കുൻ, അള്ളാൻ്റെ ഓഫർ. നമ്മളെ വഅദല്ലാഹുല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങി. അതിൻ്റെ മുമ്പ് ഇതാണ് അതിൻ്റെയൊക്കെ മർമ്മം എവിടെയാണ്? അള്ളാൻ്റെ വാഗ്ദാനം ഹക്കാണ് അല്ലേ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ, പരമവഞ്ചകനായ ആ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇന്ന ശൈത്താന ലക്കും അദുവുൻ ഫത്തഹിദൂഹു അദുവ, പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായി കാണണം. ഇന്നമാ യദഉ ഇസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, ആ പിശാച് അവൻ്റെ ആളുകളെ വിളിക്കുന്നത് എന്താണ്? നിങ്ങൾ നരകത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ, കത്തിയാളുന്ന നരകത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ അകപ്പെടുവാനാണ് എന്ന്. അപ്പം ഈ ആയത്ത് തുടങ്ങിയത് തന്നെ യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജനങ്ങളെ എന്ന് ലോകത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും അള്ളാഹു വിളിച്ചുകൊണ്ടാണ് അള്ളാഹു അഭിസംബോധനം ചെയ്യുന്നത്. അതിൽ മുസ്ലിമും പെടും, ആ മുസ്ലിം പെടും.
അള്ളാൻ്റെ വാഗ്ദാനം ഹക്കാണ്. പിന്നെ പറയാ നിങ്ങളെ ഐഹിക ജീവിതം വഞ്ചിക്കാതിരിക്കട്ടെ. ഇതൊന്ന് നോക്കി നിങ്ങൾ ഒന്ന് അല്പം നിങ്ങളെ ആ മനസ്സൊന്നും ഇങ്ങോട്ട് തുറന്നു വെച്ചോക്കിയാണ്, നിങ്ങളെ ഹൃദയം ഒന്ന് തുറന്നു വെച്ചോക്കിയാണ്. നമ്മളൊക്കെ പിശാചിന്റെ കെണിയിൽ നമ്മൾ പെടാനുള്ള പ്രധാന കാരണം എന്താ? ഐഹിക ജീവിത അല്ലേ? ഐഹിക ജീവിത ഏത് നിങ്ങൾ എടുത്തു നോക്കി, എല്ലാം സൽക്കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ സൽക്കർമ്മത്തോട് ഒരു ആഗ്രഹമില്ലാതെ ആ ആഗ്രഹത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കണമൊക്കെ ഐഹിക ജീവിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐഹിക ജീവിതത്തോടുള്ള ആ കമ്പമാണ് യഥാർത്ഥത്തിൽ എന്താണത് നമ്മൾ ആ വലയിൽ കുടുങ്ങാനുള്ള കാരണം. അതാണ്. നോക്കുമ്പോൾ ഈ ഐഹിക ജീവിതത്തിൻ്റെ വലയിൽ ഞാൻ കുടുങ്ങിനെന്ന് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? അത് മനസ്സിലാവുന്ന ഒരു രംഗം അള്ളാഹു താല വിവരിക്കേണ്ടത് എപ്പോഴാണ് മനസ്സിലാവുക? എപ്പോഴാണ് മനസ്സിലാവുക? ആലോചിക്കാൻ എപ്പോഴാണ് മനസ്സിലാവുക? മരണം നിങ്ങളെ കൺമുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ, ഇപ്പം ഒരു ക്യാൻസറായ മരണം എന്ന് പറയുന്നത് എന്താ സംഗതി? മരണം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയേ? ദുനിയാവിലെ ജീവിതം അവസാനിക്കുക അല്ലേ? യഥാർത്ഥത്തിൽ ആത്മാ മരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മളെ കൊണ്ടുപോയിട്ട് എവിടെ പിന്നെ കൊണ്ടുപോയിട്ടുള്ളത്? ഖബർ അറിയണ എന്താ? ഖബർ എന്ന് പറയുന്ന ആ കുയ്യാണോ? നമ്മളൊക്കെ അങ്ങനെ ധരിച്ചിട്ടുണ്ടാവും അല്ലേ? ഖബർ എന്ന് പറഞ്ഞ കുയ്യ. ഖബർ എന്ന് ശരിക്ക് പറയുന്നത് ദുനിയാവിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആത്മാവ് ജീവിക്കണ ആ രംഗമാണ് യഥാർത്ഥത്തിൽ ഖബർ എന്ന് പറയുന്നത്. ഈ ഭൗതിക ബോഡി എന്നെ കൊണ്ടുപോയി തൽക്കാലം മണ്ണിൽ ആ കുയ്യിലിടുകയാണ്. ആ കുയ്യിലിട്ട് 90 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മാന്തി നോക്കി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈം ഉണ്ടായിന്, ആ ടൈം കഴിഞ്ഞ് മാന്തിയാൽ എൻ്റെ കണ്ണും മൂക്കൊക്കെ കാണും. ആദ്യം നശിച്ചു പോയതാ മൂക്കാന്നാ ശാസ്ത്രം പറയുന്നത്. മൂക്ക് നശിച്ചു അല്ലേ? 2-3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെയാണ് കണ്ണ്. നമ്മൾ പറയൽ കണ്ണാണ്. കണ്ണൂക്ക് പറഞ്ഞിട്ട് ആ കണ്ണാണ് നമ്മൾ പറയൽ. അതിൻ്റെ മുമ്പ് ഈ സാധനം പോവും. മൂക്കങ്ങോട്ട് പോയ രംഗങ്ങൾ ഇങ്ങനെ ഭാവനയെ കൊണ്ട് നോക്കി എൻ്റെ മൂക്കടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെങ്ങൾ കണ്ട ഇത്രയും വികൃതമായ ഒരു രംഗം ഉണ്ടാവില്ല അല്ലേ? ഈ മൂക്ക് പെടുന്നാട് പോയാൽ കാണാൻ കഴിയൂല നിങ്ങൾക്ക് അല്ലേ? അതിൻ്റെ ഒപ്പം കണ്ണൂടിയാട് പോയാലോ അത്രയും കാണാൻ പറ്റില്ല. ഭീകരമായ അവസ്ഥ. ഈ അവസ്ഥ കാണാതിരിക്കാൻ നമ്മൾ അവിടെ കൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? ഇതൊക്കെ മണ്ണ് പുഴുക്കൾ തിന്ന് ഇതൊക്കെ പോകും ആണല്ലോ. അതിലൊന്നും സംശയമില്ലല്ലോ. ഇല്ല. എന്നാൽ ബാക്കിയാവണ 2 എല്ലുണ്ടാവും. എങ്ങനെ ഇപ്പം ജന്നത്തുൽ ബാക്കിയിലൊക്കെ മറമാടണ പിന്നെ എല്ലുകൾ അവരെന്താ ചെയ്യണത്? ഇവിടെ ഇപ്പോൾ ഒരാളെ മറമാടി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആളെ അവിടെ തന്നെയല്ലേ മറമാടണേ? അവിടെ ഒരു എല്ലുണ്ടാവും. ആ 2 എല്ലുണ്ടാവും. ആ എല്ല് ഒരിടത്താണ് കൊണ്ടുപോകണത്. ബംഗാളികളെ കുഴിച്ചിട്ട് കേസിലാക്കിയിട്ട് വേറെ സ്ഥലത്ത് ഹത്തി എന്നാന്ന് തോന്നുന്നു. ആ ഒരു എല്ലിടണ കുയ്യുണ്ട്, അവിടെ കൊണ്ടുപോയിടും. മനസ്സിലായോ? അപ്പം എൻ്റെ ഖബർ അവിടെ യഥാർത്ഥത്തിൽ അതല്ലാന്നാ. ബർസഖിയായ ആ ജീവിതമൊക്കെയാണ് ഖബർ എന്ന് പറയുന്നത്. നമ്മളെ റൂഹ് മരിക്കണില്ല അല്ലേ? അതിന് ഉത്തരം കൊടുക്കാനാണ് നമ്മൾ തസ്ബീത്തൊക്കെ ചെല്ലുന്നത്. അതിനൊരു ഈമാണ്ടാവാനാണ് നമ്മളവിടെ പോയി പ്രാർത്ഥിക്കണത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ മാന്തി എന്നെ കാണോ? എൻ്റെ കയ്യും കാലും കണ്ണൊന്നും അവിടെ കാണൂല. പക്ഷെ എൻ്റെ 2 എല്ലുകളുണ്ടാവും. ആ എല്ലുകൾ അതിൻ്റെ ആളുകൾ എന്ത് ചെയ്യും? ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടും. നമ്മളെ നാട്ടിലൊന്നും പിന്നെ ഇല്ലാന്ന് തോന്നുന്നു. കുറേ കഴിഞ്ഞിട്ടാണ് മാന്ത. എന്നാൽ സൗദിയിലൊന്നും അങ്ങനെയല്ല. അത് പെട്ടെന്ന് മാന്തും. ആ എല്ലുകൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിടും അല്ലേ? അപ്പം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ ഇത്. അപ്പം പിന്നെ ഇത് പറയാം, ഒരു ശാസ്ത്രലോകം പറയണത് ആ മരിക്കുന്ന രംഗത്ത് പിന്നെ അയാള് കണ്ണിന് എന്താണ്? ഫബസറുക്കൽ യൗമ ഹദീദ് അല്ലേ? അന്ന് മരിക്കണ ആ സമയത്തിൻ്റെ കണ്ണിന് അതിശക്തമായ മൂർച്ച ഉണ്ടാവുന്ന. ഇത് ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിക്കും. ഇന്ന് ശാസ്ത്രലോകം പറയണ എന്താ? നമ്മൾ കണ്ണിന് കൊണ്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് കാണാത്ത എന്താ? നിങ്ങൾ കണ്ണ് പരിശോധിക്കാൻ പോയിനോ? ഉണ്ടോ? ഡോക്ടർ എന്താ ചെയ്യുക?
ഒരു എന്താ പറയല് സുനീറ, ഒരു നമ്മളിപ്പോൾ കണ്ണിങ്ങനെ ഇതിൽ കൂടെ നോക്കിയിട്ട് ഒന്ന് മാറ്റും, പിന്നെ വേറൊന്ന്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പം എന്താ പറയല്? ലെൻസ്. അങ്ങനെ എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കണം കേട്ടോ, അല്ല എൻ്റെ തലയിൽ ചിലത് വരൂല. അപ്പോൾ ആ ലെൻസ് ഇങ്ങനെ മാറ്റിയിട്ട് അപ്പം നിങ്ങൾ കണ്ടോ? ഓക്കെ, ഇത് ശരിക്കാണുണ്ടോ? ഇത് കാണുന്നുണ്ടോ ചോദിക്കും. അപ്പോൾ എന്താണ് നമ്മൾ കാണേണ്ടത്? ആ ലെൻസാണ് നമുക്കിങ്ങനെ വ്യക്താക്കി തന്നെ. ഇതേപോലെ നമ്മുടെ കണ്ണിൻ്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് വെച്ചിട്ടുള്ള ഒരാളെ പരീക്ഷണത്തിൽ ഒരു സയൻറ്റിസ്റ്റ് പറയാണ്, നമ്മുടെ കണ്ണിൻ്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു ലെൻസ് ഉണ്ടല്ലോ, മരണത്തോടു കൂടി ആ ലെൻസാട് നീങ്ങും, ലെൻസാട് പോവും. അപ്പം നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണും. ഇവിടെ മലക്കുകളുണ്ട്, എന്നെ സംരക്ഷിക്കണ സംരക്ഷകരായ ഹഫളത്തായ മലക്കുകളുണ്ട്. ഞാൻ കാണാത്ത ഒരുപാട് പിന്നെ മലക്കുകളും മറ്റ് ജീവികളും ഒക്കെ ഇവിടെ ഉണ്ട്, ഞാൻ ഇപ്പം കാണില്ല. പക്ഷെ മരണസമയത്ത് ആ ലെൻസാട് നീക്കും. ഇത് ഞാൻ പറയല്ല കേട്ടോ, ആധുനിക ശാസ്ത്രം പറയാ. അതിന് മുമ്പ് ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ആലോചിച്ച് നോക്കണം നിങ്ങൾ അല്ലേ. അപ്പടി കാണുന്ന, അതുകൊണ്ട് ആ സമയത്ത് പെടക്കൊക്കെ ചെയ്യും. ഏറ്റവും വലിയ ക്യാൻസർ രോഗി അനങ്ങാനയാൾക്ക് സാധിക്കൂല, വേദന ഉണ്ട്. ഡോക്ടർ അയാളെ എന്താ ചെയ്യുക? മരണസമയത്ത് ഞങ്ങളൊക്കെ വന്ന് കണ്ടോളിട്ടോ അറിയും. അയാളെ മൂക്കിലും മതിയിലും ഇതൊക്കെ എന്തൊക്കെയൊക്കെ വയറൊക്കെ കുത്തിയിട്ടുണ്ടാവും. നിങ്ങളാട് പുറത്തിട്ട് അളിയിട്ട് പറയും, ഇനി നിങ്ങളാട് പുറത്തേക്ക് പോയിക്കോളി. ആ രംഗത്ത് അങ്ങോട്ട് വലിക്കുമ്പം ശക്തിയില്ലാത്ത ആ മനുഷ്യൻ, ക്യാൻസറിൻ്റെ രോഗം കൊണ്ടിങ്ങനെ ഒന്നും അനങ്ങാൻ വയ്യാത്ത മനുഷ്യൻ മരണസമയത്ത് ആ ഡോക്ടർ അവിടെ ഉണ്ടാക്കി. ഏത് ക്യാൻസർ രോഗി മരിക്കുമ്പോഴും അതിൻ്റെ മുമ്പിൽ ഡോക്ടർ ഉണ്ടാവണം എന്നാണ് അത് ഇവിടുത്തെ റൂളാണ്. അറിയങ്ങൾക്ക് അതിനെ പറ്റി ഒരുപാട് പഠിക്കാണ്ട് ഇതൊക്കെ, ആ റൂളാണ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെയിൻ നേഴ്സ് അവിടെ ഉണ്ടാവും. ആ സമയത്ത് ആ ക്യാൻസർ രോഗി പിന്നെ ഡോക്ടർ ഇങ്ങനെ തലോടുമ്പോൾ ഒരൊറ്റ പിടുത്തേക്കാരെന്ന ആ പിടുത്തത്തിൻ്റെ ശക്തി ആ ഡോക്ടർക്ക് മനസ്സിലാവുന്ന. നോക്കി നിങ്ങൾ എവിടുന്നായി ശക്തി ഇട്ടണേ? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശക്തി ഇങ്ങോട്ട് കൂടുകയണേ. ആ മരണസമയത്ത് ശക്തി ഇങ്ങോട്ട് കൂടുകയണത്. അപ്പോൾ ആ മനുഷ്യൻ്റെ തലച്ചോറിൽ, പരീക്ഷണത്തിൽ പറയാണ്, ആ മനുഷ്യൻ്റെ തലച്ചോറിൽ എന്തുണ്ടാവും? നേരത്തെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മിന്നിമറിയുന്നുണ്ടാവും അല്ലേ. പോവാനുള്ള സ്വർഗം അള്ളാൻ്റെ റസൂല് പറയണ്ടല്ലേ, മരണസമയത്ത് എന്ത് കാണിച്ചു കൊടുക്കും? പോവാനുള്ള സ്വർഗം കാണിച്ചു കൊടുക്കും. നരകവാസിയാണെങ്കിൽ നരകം കാണിച്ചു കൊടുക്കും അല്ലേ. ആ സ്വർഗത്തിലെ അനുഭൂതികൾ കാണിച്ചു കൊടുക്കും. ഇതൊക്കെ ആ സമയത്ത് അയാൾക്ക് കാണാൻ സാധിക്കുന്ന. അപ്പം ഇയാളുടെ പരീക്ഷണത്തിൽ ഇയാൾ പറയാണ്, അയാളുടെ തലച്ചോറിൽ എന്തൊക്കെയോ മിന്നിമറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾ ആ കടുംപിടുത്തം. എവിടുന്നാണ് ഇയാൾക്ക് ശക്തി കിട്ടിയത്? ആ തലച്ചോറിൻ്റെതാണ്. ആലോചിക്കുങ്ങൾ. അപ്പം വളരെ ചിന്തിക്കേണ്ട ഒരു രംഗമാണ് നമ്മുടെയൊക്കെ വരാനുള്ള. നമുക്കൊക്കെ മനസ്സിലാവും ഈ ദുനിയാവൊന്നുമല്ല, വരാൻ പോണ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ആ അനുഭൂതിയാണ്, ആ സ്വർഗമാണ് യഥാർത്ഥ ഇടം. ആ നരകമാണ് ഏറ്റവും വലബിസൽ മസീർ എന്ന് പറയുന്ന ആ ഇടമാണ് ഏറ്റവും മോശമായ ഇടം എന്ന് മരണസമയത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ട് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അപ്പം നോക്കി നിങ്ങൾ, വലാ തഹ്സബന്ന, അള്ളാഹു ആയത്ത് അവസാനിക്കണ അതിൻ്റെ ആ ഫിറ്റ് ചെയ്ത ഓരോ പദത്തിൻ്റെയും കോർവ അത് മനസ്സിലാക്കാനാണ് അപ്പം ഞാനൊക്കെ പറഞ്ഞത്. വലാ തഹ്സബന്ന ലദീന കഫറൂ മുഅ്ജിദീന ഫിൽ അർദ്. അവിശ്വാസികളായ ആളുകൾ അള്ളാഹിനെ പരാജയപ്പെടുത്തും നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട കേട്ടോ. എന്താ? അവർക്ക് പോവാനുള്ള സങ്കേതം നരകമാണ്. ആ സങ്കേതം എത്ര ചീത്ത. ഇത് വ്യക്തമാവണ, ശരിക്കും ബോധ്യപ്പെടുന്ന ഒരു രംഗമാണ് മരണവേള എന്ന് പറയുന്നത്. അത് മതി അല്ലേ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.